പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നത് ദൃശ്യമാധ്യമ രംഗത്ത് സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ബൈജു ചന്ദ്രൻ. സ്റ്റുഡിയോയിൽ ഒപ്പം മനേഷ് MP. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദൃശ്യമാധ്യമ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ശ്രീ ബൈജു ചന്ദ്രൻ അവർകളാണ് ഇന്നത്തെ അതിഥി. നമുക്ക് അദ്ദേഹത്തിനോട് സംസാരിക്കാം. നമസ്കാരം സർ, മാധ്യമ പ്രവർത്തനം വീട്ടിൽ തന്നെ ഉണ്ട്. അവിടെ നിന്ന് ദൃശ്യമാധ്യമ രംഗത്തേക്ക് എത്തുന്നു. ആ പീരീഡിനെ കുറിച്ച് താങ്കൾ ട്രെയിനിങ് പീരീഡ് എന്നാണ് സൂചിപ്പിച്ച് കണ്ടിട്ടുള്ളത്. ആ കാലം ഒന്ന് ഓർക്കാമോ സർ? ടെലിവിഷൻ രംഗത്ത് ഞാൻ വളരെ ആകസ്മികമായിട്ട് എത്തിപ്പെട്ടതാണ്. കാര്യം ഞാൻ പത്രപ്രവർത്തനം പഠിക്കുന്ന കാലത്തും എൻ്റെ കുട്ടിക്കാലം മുതലുള്ള എൻ്റെ അനുഭവമൊക്കെ ഒരു പ്രിന്റ് മീഡിയയിലായിരുന്നു. എൻ്റെ അച്ഛനൊരു പത്രപ്രവർത്തനായിരുന്നു. അദ്ദേഹം കേരള ശബ്ദം വാരികയുടെ പത്രാധിപരായിരുന്ന KS ചന്ദ്രൻ. അച്ഛൻ്റെ ഓടൊപ്പം ഞാൻ ഏതാണ്ട് വളരെ കുട്ടിക്കാലം മുതൽ തന്നെ ഒരു പത്ര ഓഫീസിൽ വളർന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കാണുന്നത് മുഴുവൻ പ്രിന്റ് മീഡിയ അച്ചു നിരത്തുന്നതും അച്ചടിയന്ത്രവും അവിടുന്ന് ചൂടാറാതെ വരുന്ന വാരികയുടെ കോപ്പിയും അങ്ങനെയുള്ളൊരു ലോകത്താണ് ഞാൻ വളർന്നത്. പത്രം വായിക്കുക അല്ലെങ്കിൽ അതൊക്കെ വളരെ കുട്ടിക്കാലം മുതലേ ഈ വായനയോടുള്ള കമ്പമുള്ളതുകൊണ്ട് കുട്ടിക്കാലം മുതൽ തന്നെ പത്രങ്ങളെല്ലാം കൃത്യമായി വായിക്കുക. അങ്ങനൊരു അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും പത്രപ്രവർത്തനത്തിൽ വന്ന് എത്തിപ്പെട്ടത്. പക്ഷേ അവിടെ നിന്ന് ടെലിവിഷനിൽ വരുന്നത് ഞങ്ങളുടെ പഠനകാലത്ത് ടെലിവിഷൻ സ്റ്റുഡിയോ, മദ്രാസിലെ ദൂരദർശൻ സ്റ്റുഡിയോ കാണാൻ പോകുമ്പോൾ പോലും എന്തെങ്കിലും ഇവിടെ പ്രവർത്തിക്കുമെന്നോ അങ്ങനെ ടെലിവിഷൻ മാധ്യമം എൻ്റെ ഒരു ഔദ്യോഗിക മാധ്യമമായി തീരുമെന്നോ ഒന്നും ഞാൻ സ്വപ്നം പോലും കാണുന്നില്ല. പക്ഷേ 1984 തിരുവനന്തപുരത്ത് ദൂരദർശൻ ആരംഭിക്കുന്നുള്ള ഒരു അറിയിപ്പ് വരികയും ഞങ്ങൾ കുറേ പേർ അതിനുവേണ്ടി അപേക്ഷിക്കുകയും അതിൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ എന്നുള്ള പോസ്റ്റിലോട്ടാണ് ഞാൻ അപേക്ഷിച്ചത്. അതിൻ്റെ ഒരു സുഹൃത്താണ് അതിന് കാരണക്കാരനായത്. അതിൻ്റെ ബോംബെയിൽ നടന്ന ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ വാസ്തവത്തിൽ അതൊരു ആശങ്കകളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് പരിചയമില്ലാത്തൊരു മേഖല. നമ്മളന്ന് ജേർണലിസം പഠിക്കുമ്പോൾ പോലും പത്രമാധ്യമങ്ങളിൽ പഠിക്കാൻ നമുക്ക് പ്രായോഗികമായ പരിശീലനത്തിന് നമ്മളുടെ സാധ്യതകളുണ്ട്. പക്ഷേ ടെലിവിഷൻ അതിനുള്ള സാധ്യതകളൊന്നുമില്ല. കാര്യം ഞങ്ങളെല്ലാവരും പടങ്ങളിൽ മാത്രം കണ്ടിട്ടില്ല. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അപൂർവം കുറച്ച് വീടുകളിൽ മാത്രമേ ടെലിവിഷൻ സെറ്റും പോലും ഉണ്ടായിരുന്നുള്ളൂ. അത് ഏഷ്യാഡിൻ്റെ ഭാഗമായിട്ടാണ് പലരും അത് കാണാൻ വേണ്ടി ടെലിവിഷൻ മേടിക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ടെലിവിഷൻ നേരാവണ്ണം കണ്ട ശീലം പോലും ഞങ്ങൾക്ക് ആർക്കുമില്ല. അന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കും 7 പ്രൊഡ്യൂസർമാരും 5 അസിസ്റ്റന്റ് പ്രൊഡ്യൂസർമാരും അടങ്ങുന്ന ആ ഒരു സംഘത്തിന് ടെലിവിഷൻ കണ്ട അനുഭവം പോലും ഉണ്ടായിരുന്നില്ല. വാസ്തവം പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുകയും പരിശീലനം നേടുകയും ഏതാണ്ട് ഒരുമിച്ചായിരുന്നു. ഇപ്പോൾ 100 വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ ഒരു 6 മാസക്കാലം നീണ്ട ഒരു പരിശീലന പരിപാടി കുറച്ച് പേർ പൂനെയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലും വേറെ കുറച്ച് പേർ ഇവിടെ അഹമ്മദാബാദിലെ സ്പേസ് ആപ്ലിക്കേഷനുള്ള ഡെവലപ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിലും ഞങ്ങൾ പരിശീലനം പൂർത്തിയാക്കി. പക്ഷേ അപ്പോൾ പോലും ഒരു ലൈവ് സിറ്റുവേഷൻ അവിടെ എങ്ങനെ വേണം ഇത് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ യാതൊരു അനുഭവം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ നീന്തൽ പഠിക്കുന്നത് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അവിടെ കിടന്ന് കയ്യും കാലും ഇട്ട് അടിച്ച് നീന്തൽ പഠിക്കുന്നത് പോലുള്ള ഒരു ഇതായിരുന്നു ഞങ്ങളുടെ പരിശീലനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ ഒരിക്കലും പഴയ കാലം ഓർമ്മിക്കുമ്പോൾ അതിനൊരു സുവർണ്ണ കാലം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായി പോകും ആ പദം. അപ്പോൾ എന്തൊക്കെയായിരിക്കും അതിൽ മിസ്സാകുന്നത് നമ്മൾ? അപ്പോൾ എനിക്ക് ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് 40 വർഷം പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ ആയിരുന്നുവെന്ന്. കാരണം അന്ന് ടെലിവിഷൻ അതിൻ്റെ വളരെ പ്രിമിറ്റീവ് സ്റ്റേജിലായിരുന്നു. അല്ലെങ്കിൽ വാസ്തവത്തിൽ ബാല്യകാല ദശ എന്ന് പറയാൻ പറ്റില്ല. കാര്യം 1959 തന്നെ ടെലിവിഷൻ ഇന്ത്യയിൽ ആരംഭിച്ചു. അത് കഴിഞ്ഞ് ഡൽഹിയും ബോംബെയും മദ്രാസും കൽക്കട്ടയും ബാംഗ്ലൂരും ഹൈദരാബാദും അമൃത്സറും ഒക്കെ കഴിഞ്ഞ് ദൂരദർശൻ തിരുവനന്തപുരത്തേക്ക് വന്നു. ഗുവാഹട്ടിയിലും ഏതാണ്ട് ഒരുമിച്ചാണ് വരുന്നത്. അന്ന് വരുമ്പോഴത്തേക്കും അതുവരെ ഉണ്ടായിരുന്ന സംവിധാനങ്ങൾ, സംപ്രേഷണ സംവിധാനങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ റെക്കോർഡിംഗ് രീതി ഒക്കെ പതുക്കെ മാറ്റം സംഭവിച്ചിരുന്നു. ഞങ്ങൾ വരുമ്പോൾ അത് വീഡിയോ ടേപ്പിലേക്ക് പതുക്കെ മാറിയിരുന്നു. യുമാറ്റിക് ടേപ്പ് എന്ന് പറയുന്നതിലേക്ക് മാറിയിരുന്നു. ആ യുമാറ്റിക് ടേപ്പ് കഴിഞ്ഞ് ഞങ്ങളുടെ കൺമുമ്പിൽ തന്നെ അല്ലെങ്കിൽ ഞങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ അവിടെ നിന്ന് യുമാറ്റിക് ലോ ബാൻഡ്, യുമാറ്റിക് ഹൈ ബാൻഡ്, പിന്നെ ബീറ്റക്യാം, ഡിജി ബീറ്റ, അവിടുന്ന് DV ക്യാം, പിന്നെ ഡിജിറ്റൽ കവറേജിലോട്ട് പോയി. ഇന്ന് ടേപ്പ്ലെസ് ആണ്. യാതൊരു ടേപ്പും ആവശ്യമില്ല. ക്യാമറ, അതിനകത്തുള്ള കാർഡ് മാത്രമാണ്. അപ്പോൾ ആ ഒരു സംവിധാനത്തിലേക്ക് പോകുമ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ടെക്നോളജി മാറുന്നതനുസരിച്ച് നമ്മുടെ സൗന്ദര്യശാസ്ത്രപരമായ കാര്യങ്ങൾക്ക് മാറ്റം വരും. അന്ന് നമ്മൾക്ക് പ്രായോഗികമായി നടപ്പാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇന്നത്തെ തലമുറയ്ക്ക്, ഇന്നത്തെ ടെലിവിഷൻ കൈകാര്യം ചെയ്യുന്ന തലമുറയ്ക്ക് നിഷ്പ്രയാസം പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഒരു ഫിലിമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാങ്കേതികമായ ഒരു കാര്യം, ഒരു സൗന്ദര്യശാസ്ത്രപരമായ ഒരു കാര്യം, ഒരു ദൃശ്യം മറ്റൊരു ദൃശ്യത്തിലേക്ക് ഡിസോൾവ് ചെയ്യുക എന്ന് പറയും.
വളരെ സംഗീതാത്മകമായ അല്ലെങ്കിൽ പോയറ്റിക് എന്നൊക്കെ പറയാവുന്ന ഒരു സംഭവമാണ് ഈ ഡിസോൾവ് എന്ന് പറയുന്നത്. മ്യൂസിക്കലാണ്. ഈ ഡിസോൾവ് ഞങ്ങൾക്ക് ചെയ്യണമെങ്കിൽ, അന്ന് ആർക്കെങ്കിലും ചെയ്യണമെങ്കിൽ അത് വളരെ ശ്രമകരമായ ഒരു കാര്യമായിരുന്നു. കാര്യം അത് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ന് കമ്പ്യൂട്ടറിൻ്റെ ഒരു ചെറിയൊരു അവിടെ നിന്ന് പ്രസ് ചെയ്യുന്നതനുസരിച്ച് ആ ഒരു ഡിസോൾവ് സാധ്യമാവും. നമുക്ക് എന്തും സാധ്യമാകും. എല്ലാ സാധ്യതകളും നമ്മളുടെ കയ്യിൽ ഇരിക്കുമ്പോൾ നമ്മളത് ഉപയോഗിക്കുമ്പോൾ ദുരുപയോഗത്തിനുള്ള ചാൻസും കൂടും. അപ്പോൾ അതിൻ്റെ രീതിയിൽ ടെലിവിഷൻ്റെ സാങ്കേതികപരമായ ഭയങ്കരമായ മാറ്റം വന്നു. ആ സാങ്കേതികപരമായ മാറ്റം എല്ലാ രീതിയിലും ടെലിവിഷൻ്റെ പ്രോഗ്രാമിംഗ് ഉൾപ്പെടെ എല്ലാ ആ പ്രൊഡക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പുതിയ തലമുറയ്ക്കുള്ള അവരുടേതായ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. മലയാള സിനിമ കാണുമ്പോഴത്തേക്കും നമ്മുടെ പുതിയ തലമുറ ക്രിഞ്ചാണെന്ന് പറയുന്ന പോലെ പണ്ടത്തെ പല കാര്യങ്ങളും കാണുമ്പോൾ ഇതിങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ആർക്കും തോന്നിപ്പോവും. പഴയ സിനിമ കാണുമ്പോൾ തോന്നുന്ന പോലെ അതിനപ്പുറമൊക്കെ കാലത്തിനെയൊക്കെ കടത്തിവെട്ടി കാലാതിവർത്തി എന്ന് പറയുന്ന കാര്യങ്ങൾ ഇന്നും നിലനിൽക്കുന്ന ഒരു കാര്യമായിരുന്നു അന്നത്തെ ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കാലം. അതുകൊണ്ടാണ് സുവർണ്ണകാലം എന്ന് പറഞ്ഞാൽ പോരാ എന്ന് ഞാൻ പറഞ്ഞത്. കാര്യം ഞങ്ങൾ ദൂരദർശനിൽ ചേരുന്ന സമയത്ത് ഇന്ത്യൻ ടെലിവിഷനിൽ വലിയൊരു മാറ്റത്തിൻ്റെ കാലമായിരുന്നു. കളർ ടെലിവിഷൻ വന്നു. അതുപോലെ തന്നെ ടെലിഫിലിം എന്നുള്ള കോൺസെപ്റ്റ്, സത്യജിത്രയുടെ സദ്ഗതി എന്നുള്ള ഒരു ചിത്രത്തോടുകൂടി ടെലിഫിലിം വളരെ ഗംഭീരമായ, അതായത് സാധാരണ ഫീച്ചർ ഫിലിമിനോട് കിടനിൽക്കത്തക്ക വിധത്തിലുള്ള ടെലിഫിലിമുകൾ സംഭവിച്ചു. സത്യജിത്രയോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സമകാലീനനായ പിണ്ണാൾസനും അതുപോലെ തന്നെ ശാമ്പനകളും, ഗോവിന്ദ് നിഹലാനിയുടെ തമസ് പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. ശാമ്പനകളുടെ യാത്ര, അല്ലെങ്കിൽ ഭാരതേ ഖോജ്, ബസു ചാറ്റർജി, ബസു ഭട്ടാചാര്യ, പിന്നെ ഋഷികേഷ് മുഖർജി, അതുപോലെ തന്നെ അമോൽ പലേക്കർ, ഇങ്ങനെ അവരുടെ ഓരോരുത്തരുടെയും പരമ്പരകൾ അന്നത്തെ ഞായറാഴ്ചകളിലും മറ്റ് വൈകുന്നേരങ്ങളിലും ഒക്കെ ആയിട്ട് ടെലിവിഷനിൽ നുക്കട് പോലുള്ള ഒരു സീരിയൽ, ഹംലോഗ്, ബുനിയാദ്, ഒരുപക്ഷേ ഇന്ത്യൻ സിനിമയിലുണ്ടായ ഒരു വലിയൊരു വഴിത്തിരിവ് എന്നൊക്കെ പറയുന്ന പോലെ ഇന്ത്യൻ ടെലിവിഷനിൽ ഒരു സുവർണ കാലഘട്ടത്തെ തന്നെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് നല്ല ചിത്രങ്ങൾ, പരമ്പരകൾ പിറന്നു വീണു. അത് ഇന്നത്തെ പോലെ ഒരു മെഗാ പരമ്പരകൾ പോലുമല്ല. ഇന്നത്തെ ദിവസം വൈകുന്നേരം കണ്ടാൽ അതിൻ്റെ അടുത്ത എപ്പിസോഡ് കാണുന്ന അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയത്താണ്. അപ്പോൾ ഒരാഴ്ച ആളുകൾ കാത്തിരിക്കുകയാണ് ഇത് കാണാൻ വേണ്ടി. അത്രയും ക്വാളിറ്റി ഉണ്ടായിരുന്ന, അതുകൊണ്ടാണ് ഞാൻ അതിന് സുവർണ കാലഘട്ടം എന്ന് വിളിച്ചത്. ഇത് മലയാളം ടെലിവിഷനിലോട്ട് വരുമ്പോൾ, മലയാളം ടെലിവിഷൻ്റെ തുടക്കത്തിലും പരമ്പരകൾ ആരംഭിക്കുമ്പോൾ അതെല്ലാം സാഹിത്യാധിഷ്ഠിതമായ വളരെ ലബ്ധപ്രതിഷ്ഠമായ കൃതികളെ ബേസ് ചെയ്തിട്ടായിരുന്നു. തിരുവനന്തപുരം ദൂരദർശൻ തന്നെ ശ്യാമപ്രസാദിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് പോലെയോ പെരുവഴിയിലെ കരിയിലകൾ പോലെയോ വേനലിൻ്റെ ഒഴിവ് പോലെയൊക്കെ ഉള്ള മനോഹരമായ ടെലിചിത്രങ്ങൾ സംഭാവന ചെയ്ത കാലഘട്ടം കൊണ്ടായിരുന്നു അത്. ഞാൻ ആരുടെയും പ്രത്യേകിച്ച് ഒരാളുടെ പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ പലരും, എൻ്റെ പല കൊളീഗ്സും ഗംഭീരമായ പരിപാടികൾ ചെയ്തു എന്ന് തന്നെ വേണം പറയാൻ. നമുക്ക് ഒരു പാട്ട് കേട്ടിട്ട് തുടർന്ന് സംസാരിക്കാം സാർ. ഞാൻ പാട്ടിൻ്റെ ഏറ്റവും വലിയ ഒരു ആരാധകനാണ്. അത് ഹിന്ദി ആയാലും തമിഴായാലും മലയാളമായാലും. മലയാളം, ഹിന്ദിയൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്. കൂടുതലും പഴയ പാട്ടുകളാണ്. പക്ഷെ അതിൽ നിന്ന് വളരെ കുറച്ച് പാട്ടുകൾ മാത്രം ഒന്ന് സെലക്ട് ചെയ്ത് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒന്ന്, ദേവി എന്നുള്ള ചിത്രത്തിൽ വയലാർ ദേവരാജൻ ടീമിൻ്റെ യേശുദാസ് പാടിയ മനോഹരമായ ഒരു പാട്ടുണ്ട്, സാമ്യമകന്ന ഒരു ഉദ്യാനമേ. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം. താങ്കൾ ഇപ്പോൾ ഡോക്യുമെൻ്ററികൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ കൾച്ചറൽ ആയിട്ടുള്ള പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് സ്വിച്ചിങ്ങുകൾ സംഭവിക്കുന്നത് ജോലിയുടെ മാത്രം ഭാഗമായതുകൊണ്ട് മാത്രമാണോ? അല്ല, നമുക്ക് നമ്മളുടെ ചോയ്സിനനുസരിച്ച് പലപ്പോഴും ചെയ്യാൻ അതിന് ഒരു അവസരം കിട്ടാറില്ല. കാര്യം നമുക്ക് ഇന്നയാൾ ഇന്ന പ്രോഗ്രാം ചെയ്യണം. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യപ്പെട്ടത് പ്രൊഡ്യൂസർ ന്യൂസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ ആദ്യം പോലെ തന്നെ തിരുവനന്തപുരം ദൂരദർശനിലൂടെ പുറത്തു വന്ന ആദ്യത്തെ മലയാളം വാർത്ത, ടെലിവിഷൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ മലയാളം വാർത്ത പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്കാണുണ്ടായത് 1985 ജനുവരി 2 അന്ന് വാർത്തകളുടെ ചുമതലയായിരുന്നു എനിക്കും എൻ്റെ സഹപ്രവർത്തനായ ചാമിയാർ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു വാർത്തകളുടെ പ്രൊഡ്യൂസർ. പക്ഷേ അതോടൊപ്പം തന്നെ ഞങ്ങൾ വളരെ കുറച്ച് പേര് മാത്രമേ അന്ന് പ്രോഗ്രാം പ്രൊഡ്യൂസർമാരായിട്ട് അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് സാഹിത്യ പരിപാടി ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാം ഒരു ആഴ്ചയിൽ ഒരിക്കലും ഒരു ഡിസ്കഷൻ, ഡിബേറ്റ് മാതിരിയുള്ള പ്രോഗ്രാം ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂസ്, ഞങ്ങളെല്ലാവരും പലപ്പോഴും അഭിമുഖങ്ങൾ ചെയ്യാൻ നിയുക്തരായിരുന്നു. അതുപോലെ തന്നെ അതിനോടൊപ്പം എനിക്ക് കിട്ടിയ ഒരു വളരെ ഓപ്പർച്യൂണിറ്റി സാഹിത്യ പരിപാടിയായിരുന്നു, സമീക്ഷ. അപ്പോൾ സാഹിത്യ പരിപാടിയിൽ എനിക്ക് തോന്നുന്നു വളരെ ശ്രദ്ധേയങ്ങളായ കുറച്ച് പരിപാടികൾ, ഡോക്യുമെൻ്ററി. ഇന്നിപ്പോൾ നമ്മൾ ഡോക്യുമെൻ്ററിയെക്കുറിച്ച് ക്ലാസ്സുകളും പിന്നെ നമുക്ക് കാണാനുള്ള ഒരുപാട് അവസരങ്ങളൊക്കെ ഉണ്ട്. അന്ന് അത്തരം അവസരങ്ങൾ വളരെ കുറവായിരുന്നു. അപ്പോൾ ഡോക്യുമെൻ്ററി എന്നുള്ളത് ഞങ്ങൾ തന്നെ അന്ന് ചെയ്ത് പഠിക്കുകയായിരുന്നു. അതുപോലെ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു വലിയ VIP ആയിട്ട്, അല്ലെങ്കിൽ പല കലാകാരന്മാരും എഴുത്തുകാരും, ഒ.വി. വിജയൻ, അദ്ദേഹത്തിനെ നരേന്ദ്രപ്രസാദ് ഇൻ്റർവ്യൂ ചെയ്യുന്ന ഇന്നും യൂട്യൂബിൽ വളരെ ആരാധകരുള്ള ഒരു പരിപാടിയാണ്. അത് 1985 ജൂലൈയിലോ ഒക്ടോബറിലോ ഒക്കെ അദ്ദേഹം ഗുരുസാഗരം എഴുതാൻ വേണ്ടി തിരുവനന്തപുരത്ത് താമസിക്കുന്ന സമയത്ത് ഒ.വി. വിജയൻ്റെ ഇൻ്റർവ്യൂ എടുത്താണ്. ആ കാലത്തിനാണ് തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് ജ്ഞാനപീഠം കിട്ടിയപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് ചെയ്ത പരിപാടി, വൈക്കം മുഹമ്മദ് ബഷീർ, പിന്നെ ലളിതാംബി യന്ത്രജനം. അങ്ങനെ സാഹിത്യാധിഷ്ഠിതം അല്ലെങ്കിൽ കലാകാരന്മാരെക്കുറിച്ചും കവികളെക്കുറിച്ചും ഒക്കെ ഒരുപാട് പരിപാടികൾ ചെയ്യാനെന്ന് ഈ ന്യൂസിന് പുറമെ ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. താങ്കൾ ഡോക്യുമെൻ്ററികളെ കുറിച്ച് സൂചിപ്പിച്ചു. അപ്പോൾ നനച്ചാലൊഴുകിയ നാൾവഴികളുണ്ട്, അടൂരിൻ്റെ സർഗപ്രപഞ്ചമുണ്ട്, അങ്ങനെ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരുപാട് ഡോക്യുമെൻ്ററികളുണ്ട്. അതിൽ നനച്ചാലൊഴുകിയ നാൾവഴികളെക്കുറിച്ച് പറയുമ്പോൾ
താങ്കളെ വൈകാരികമായി ബാധിച്ചിരുന്നു എന്ന് എനിക്കറിയാൻ താല്പര്യമുണ്ട്. അതൊരു കാലഘട്ടത്തിലെ ഏതൊരു ചെറുപ്പക്കാരനെയും വൈകാരികമായി ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നു അത്. കേരളത്തിലെ നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു വഴിത്തിരിവുകൾ. നമുക്കതിൻ്റെ ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കാത്തതിനെ കാണുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാര്യം വെച്ചാൽ ഇവിടെ നമ്മൾ സംഭവിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ ഡോക്യുമെൻ്ററികൾ ഇന്നത്തരം ചിത്രങ്ങളൊക്കെ വരുന്നത് ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചുകൊണ്ട്, ഇവൻ വാർത്ത പോലും അങ്ങനെയാണല്ലോ വരുന്നത്. നിഷ്പക്ഷം എന്നൊരു വാക്കില്ല. നിഷ്പക്ഷം എന്നുള്ള വാക്കിന് തന്നെ ഒരു രാഷ്ട്രീയ ശരിയില്ലായ്മയുണ്ടെന്ന് വരെ, ഇന്ന് ഒരു പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്ന് വരെ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചേ പറ്റൂ എന്നുള്ള അവസ്ഥയിലാണ്. വൈകുന്നേരം ആകുമ്പോൾ ഒരു ചാനലിൻ്റെ പ്രധാനപ്പെട്ട മേധാവികളെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ഓരോ പക്ഷം പിടിച്ചിരുന്ന് തർക്കിക്കുന്ന രീതിയിലാണ് ഇന്ന് വാർത്ത പോലും വരുന്നത്. അപ്പോൾ നിഷ്പക്ഷം എന്ന് പറയുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് വേണ്ടിയിരുന്നത് കേരളത്തിലെ നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഒരു പ്രധാന ഘട്ടം, ആ ഘട്ടത്തിലുണ്ടായ ചില സംഭവങ്ങൾ, അന്ന് അതിൻ്റെ രണ്ട് വശത്ത് നിന്നവർ, അതായത് ആ ആക്രമണം അല്ലെങ്കിൽ ആ കലാപത്തിൻ്റെ മുൻപന്തിയിൽ നിന്നവരും അതുപോലെ തന്നെ ആ കലാപത്തിൻ്റെ മോശപ്പെട്ട ഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്ന കുറച്ച് പേരും ആ പരിപാടിയിൽ വന്നു. അവിടെ നിന്ന് ആ കലാപത്തിൻ്റെ അല്ലെങ്കിൽ നക്സലൈറ്റ് കാലഘട്ടത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന ഒരു 4 പേരുടെ ജീവിതത്തിൽ പിൽക്കാലത്ത് വന്ന പരിണാമങ്ങളാണ് ആ ഡോക്യുമെൻ്ററിയിലൂടെ കാണിച്ചത്. അപ്പോൾ അവർ തന്നെ ഏറ്റുപറയുന്ന, അല്ലെങ്കിൽ അവർ തന്നെ സമ്മതിക്കുന്ന, അല്ലെങ്കിൽ അവർ തന്നെ നമ്മളോട് തുറന്നു പറയുന്ന ചില കാര്യങ്ങളാണ് അതിലൂടെ വന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങൾ കൂടി ഏൽക്കേണ്ടി വന്നു. അത് നല്ല രീതിയിൽ തന്നെ ഒരുപാട് പേര് കണ്ടു. അത് അന്തർദേശീയ ചലച്ചിത്രോത്സവങ്ങളിൽ പ്രദർശിപ്പിച്ചു. എനിക്കതിൽ ഭാഗമാക്കാൻ കഴിഞ്ഞു. കേരളത്തിൽ തന്നെ കുറേ അധികം അവാർഡുകളൊക്കെ കിട്ടി. അതൊക്കെ ഒരു ഭാഗത്ത്. മറുഭാഗത്ത് വേറെ രീതിയിലും കണ്ട ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഒരു, എനിക്ക് പൂച്ചെണ്ടും കല്ലേറും ഒക്കെ ഒരുപോലെ കിട്ടിയ ഒരു ഡോക്യുമെൻ്ററി എന്ന് വേണമെങ്കിൽ പറയാം അതിനെക്കുറിച്ച്. ഈ സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇതിലെല്ലാം താങ്കളുടെ ഡോക്യുമെൻ്ററികളെല്ലാം തന്നെ കാണുന്ന ആൾക്കാരുമായിട്ട് പെട്ടെന്ന് കണക്റ്റ് ആവുന്ന, എൻഗേജ്ഡ് ആവുന്ന രീതിയിലാണ് താങ്കളുടെ പറച്ചിലുകളെല്ലാം സംഭവിക്കുന്നത്. ഇത് എപ്പോഴാണ് തീരുമാനിക്കപ്പെടുന്നത് എന്നുള്ളത്? വാസ്തവത്തിൽ ഇതൊരു സ്പോണ്ടേനിയസ് എന്ന് വേണമെങ്കിൽ പറയാൻ. കാര്യം നമ്മളൊക്കെ ഇത്തരം ഔദ്യോഗിക സംവിധാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ നമുക്കൊരു ഡോക്യുമെൻ്ററിക്ക് വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിപാടിക്ക് വേണ്ടി അധികം സമയം ചെലവഴിക്കാൻ കഴിയില്ല എന്നുള്ള മനുഷ്യൻ അറിയാമല്ലോ. നമുക്കതുകൊണ്ട് എന്താ സംഭവിക്കുകയെന്ന് പറഞ്ഞാൽ, വേറെ പല ജോലികളും ചെയ്യുന്നതിൻ്റെ ഒപ്പമാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ അവിടെ നമ്മൾ നമ്മുടെ മറ്റ് കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് അതിന് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ കൂടൊപ്പം പ്രവർത്തിച്ച സ്ക്രിപ്റ്റ് റൈറ്റർമാരായിട്ടും ഒക്കെ പ്രവർത്തിച്ചവരുണ്ടാവാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തായിട്ട് ഫൈനലി അത് എൻ്റെ ഒരു പ്രോഡക്റ്റാണ്, എൻ്റെ ഒരു പ്രൊഡക്ഷനായിട്ടാണ് വരുന്നത്. എനിക്ക് അതിനകത്തുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ആ ഇൻവോൾവ്മെൻറ്റ് പ്രതിഫലിക്കുന്ന രീതിയിലായിരിക്കും മിക്കവാറും അത് വരുന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റീവായിട്ടുള്ള ഒരു കാര്യം, എൻ്റെ ഇഷ്ടവും എൻ്റെ അതിനോടുള്ള ഒരുതരം പ്രണയവും ഒക്കെ അതിനകത്ത് ആ ഡോക്യുമെൻ്ററികളിൽ പ്രതിഫലിക്കുന്നുണ്ടാവാം. അപ്പം മൗർ ഗോളിയർ റൈൻസിലെ ഒരു തൊഴിലാളി സമരത്തെക്കുറിച്ച് 1988 ചെയ്താണ്. അപ്പോൾ ആ സമരം കാരണം ആത്മഹത്യ ചെയ്യാനിടയായി വന്ന ഒരുപാട് തൊഴിലാളികളുണ്ട്. ആ കുടുംബങ്ങൾ അനുഭവിക്കുന്ന ഒരു പർവ്വമായിരുന്നു അത്. അപ്പോൾ ഇതിനെ അവിടെ പോയിട്ട് നമ്മളവിടെ ചിത്രീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആ ദുഃഖങ്ങളുമൊക്കെ നമ്മളും കൂടെ ഏറ്റുവാങ്ങുക. അപ്പോൾ അതിനെ നമ്മൾ അങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ NV കൃഷ്ണവാര്യരുടെ ആ ഡോക്യുമെൻ്ററിയുടെ അവസാനം പറയുന്നൊരു വാചകമുണ്ട്. കാര്യം ഇന്ന് മൗർ എന്ന് പറയുന്ന ഒരുപാട് തൊഴിലാളികളെ സംരക്ഷിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന, അവർക്ക് ജീവിക്കാനുള്ള വേണ്ട സാധ്യത തുറന്നു കൊടുക്കുന്ന ആ സ്ഥാപനം അത് പൂട്ടിയിടുന്നു എന്നുള്ളൊക്കെ ഒരു പ്രശ്നം. പക്ഷേ അതിനപ്പുറമായിട്ട് പ്രകൃതി എന്നൊരു വലിയ ഒരു കാര്യം, ആ പ്രകൃതിയെയാണ് ഇതൊക്കെ ബാധിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നിടത്താണ് ആ ഡോക്യുമെൻ്ററി അവസാനിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ദീർഘവീക്ഷണങ്ങൾ നമ്മുടെ ഡോക്യുമെൻ്ററിയിലൂടെ അറിയാതെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. താങ്കൾ ന്യൂസ് റൂമിനെ കുറിച്ചൊക്കെ പറഞ്ഞു. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കേണ്ടതുണ്ട്. അതിന് മുമ്പ് ഒരു പാട്ട് കേൾക്കാം. ഒരു ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പി സുശീലയുടെ ഒരു പാട്ടുണ്ട്, കാദംബരി പുഷ്പസദസ്സിൽ, ചുക്ക് എന്നുള്ള ചിത്രത്തിലാണ്. അത് വയലാർ ദേവരാജൻ തന്നെയാണ്. അവരുടെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പാട്ടാണ്. നമുക്ക് ആ പാട്ട് കേൾക്കാം. നമ്മൾ ഇതിനു മുന്നേ ആദ്യത്തെ ന്യൂസിൻ്റെ കാര്യം താങ്കൾ പറഞ്ഞു. ന്യൂസിൻ്റെ ഇന്ന് കാണുന്ന ഒരു കാഴ്ചയെ ഒരു സർക്കാർ സംവിധാനത്തിൽ തന്നെ താങ്കൾ വിഭാവനം ചെയ്യുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് അധികകാലം കൊണ്ടുപോകാൻ പറ്റില്ല, വളരെ വിമർശനങ്ങൾ കാരണം. അക്കാലം അങ്ങനെയുള്ളൊരു ചിന്തയൊക്കെ അവതരിപ്പിക്കാനൊരു ധൈര്യം എവിടെ നിന്നാണ് സാർ വരുന്നത്? ഇല്ല, നമ്മൾ വാർത്താ രംഗത്ത് പ്രവർത്തിക്കുമ്പോഴൊക്കെ തന്നെ നമ്മളിതിനെ എങ്ങനെ അഴിച്ചു പണിയാം, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പുതിയ രീതിയിൽ അവതരിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച് എപ്പോഴും ഒരു ചിന്ത ഉണ്ടായിരുന്നു. കാര്യം നമുക്കൊരാൾ ഒരു മൈക്കിൻ്റെ മുമ്പിലിരുന്ന് വാർത്ത വായിക്കുക, ആന്തരികമായി വായിക്കുക, അതിൻ്റെ കൂടെ വിഷ്വൽ വരിക എന്നുള്ളൊരു രീതിയാണ് തുടക്കം മുതലേ ഉണ്ടായിരുന്നത്. ഇതാണ് ഞങ്ങളെല്ലാം ചെയ്യാൻ നിയുക്തരായിരുന്നവർ. അപ്പം നമുക്കതിനകത്ത് എന്തെങ്കിലും ഒരു രീതിയിലുള്ള മാറ്റം സമ്മതിക്കില്ലായിരുന്നു, അനുവദിക്കപ്പെട്ടില്ലായിരുന്നു. കാര്യം വെച്ചാൽ അത് ആരുടെയും കുറ്റമല്ല. അന്ന് നമ്മൾ മാത്രമല്ല, ഇപ്പം നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ അപ്പം തന്നെ ഒരു റെസിസ്റ്റൻസ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമായിരുന്നു. എനിക്ക് ഓർമ്മ വരുന്ന 1990 തോന്നുന്നു. അത് അന്നൊരു അമേരിക്കൻ വർക്ക്ഷോപ്പ് നടന്നു തിരുവനന്തപുരത്ത് വെച്ച്. അതിൻ്റെ ഫൈനലായിട്ട് ഇന്ത്യ ഒട്ടുക്ക് ഒരുപാട് ടെലിവിഷൻ റിപ്പോർട്ടർമാർ പുതുതായിട്ട്, അവരെല്ലാം ഇന്ന് വലിയ ജേർണലിസ്റ്റുകളാണ്. അവരൊക്കെ ദൂരദർശൻ്റെ ഭാഗമായ ചേർന്ന ഒരു കാലഘട്ടമായിരുന്നു. ജോൺ ഉലഹന്നാനായിരുന്നു കേരളത്തിൽ മലയാളത്തിലുള്ള ടെലിവിഷൻ റിപ്പോർട്ടർ.
അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്നൊരു വാർത്താ പരിപാടി ഞാൻ സംവിധാനം ചെയ്ത വർക്ക്ഷോപ്പിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ആ ഒരു രീതിയിൽ, അതായത് ഒരു വാർത്താ അവതാരക സ്റ്റുഡിയോയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ വിശദാംശങ്ങൾ ലൊക്കേഷനിൽ നിന്ന് റിപ്പോർട്ടർ തരികയും ചെയ്യുന്ന രീതി, അത് പുതിയൊന്നുമല്ല കേട്ടോ. അത് നമ്മളാരും ഇൻട്രൊഡ്യൂസ് ചെയ്തൊന്നുമല്ല. ടെലിവിഷൻ അത് പുതുതായി, നമുക്ക് മലയാളം ടെലിവിഷൻ പുതുതാണെന്നേ ഉള്ളൂ. കാര്യം അതിനു മുമ്പ് തന്നെ പ്രണോയ് റോയുടെ ചില വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ പ്രണോയ് റോയുടെ ഇലക്ഷൻ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്ന സമയത്ത് 1989 ഇന്ത്യ മുഴുവൻ കറസ്പോണ്ടൻസിനെ നിയോഗിച്ച് അവിടെ നിന്ന് ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഇന്ത്യൻ ടെലിവിഷൻ വളരെ പുതിയതായിരുന്നു. അത് ആ ഒരു രീതിയാണ് ഞങ്ങൾ കേരളത്തിലും കൊണ്ടുവരാം എന്നുള്ളൊരു. അപ്പോൾ ഞങ്ങൾക്ക് ആകെ ജോൺ ഉലയണ്ണൻ മാത്രമേ ഉള്ളൂ റിപ്പോർട്ടർ. പക്ഷേ ചില റിപ്പോർട്ടർമാരൊക്കെ ഞങ്ങൾ കാഷ്വലായിട്ടും ഒക്കെ എടുത്തു. 87 മുതലുള്ള തിരഞ്ഞെടുപ്പിൽ ഞങ്ങളത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, അത്തരം ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി. പക്ഷേ നമ്മൾ പശ്ചാത്തലമൊക്കെ മാറ്റി കൃത്രിമമായൊരു ന്യൂസ് റൂമൊക്കെ ഉണ്ടാക്കി അവിടെ ചില സംവിധാനങ്ങളൊക്കെ ആളുകൾ സഞ്ചരിക്കുന്നതും, അന്ന് കമ്പ്യൂട്ടറൊന്നുമില്ല, പക്ഷേ ടെലിവിഷൻ സ്ക്രീനും അതിനകത്ത് ആളുകളുടെ ഒരു സിലൗട്ടായിട്ടുള്ള രൂപങ്ങളും ഒക്കെ വെച്ച് ഒരു ലൈവായിട്ട് കൊടുത്തു. ഏതാണ്ട് ആ ദിവസം തന്നെ ഭയങ്കരമായ മോശപ്പെട്ട പ്രതികരണം വ്യൂവേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. കാര്യം ഇതൊന്നും വാർത്തയല്ല, ഇതൊക്കെ നാടകമാണ്. വാർത്ത എങ്ങനെയല്ല, വാർത്തയെന്ന് പറഞ്ഞാൽ ഒരാൾ സ്റ്റുഡിയോയിലിരുന്ന് കയ്യിലിരിക്കുന്ന പേപ്പറോ അല്ലെങ്കിൽ അന്ന് ടെലിപ്രോംപ്റ്ററൊക്കെ വരുന്നേ ഉള്ളൂ, ടെലിപ്രോംപ്റ്റർ സംവിധാനവും നോക്കി വാർത്ത അവതരിപ്പിക്കുന്നതാണ് വാർത്ത. അതിനപ്പുറമായിട്ട് ഒരാൾ ഒരു ചർച്ച നടത്തുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും ഒരു പുതുമ കൊണ്ടുവരുന്നൊന്നും ആളുകൾക്ക് ദഹിക്കില്ലായിരുന്നു. ഭയങ്കരമായ വിമർശനം ഇവൻ അന്നത്തെ ഭരിക്കുന്ന മന്ത്രിമാരുൾപ്പെടെയുള്ളവർ പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങളത് 3-ാമത്തെ ദിവസം അത് കഴിച്ച് പഴയ രീതിയിലേക്ക് പോയത്. ഇത് തുടക്കം മുതലേ ഇങ്ങനെയുള്ള ഒരു, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഒരു വട്ടമേശ ഒരു ചിത്രീകരണം ഞങ്ങൾ ചെയ്തു ഒരിക്കലും. അപ്പോൾ ടെലിവിഷൻ ക്യാമറ കുറച്ച് വിസിബിളാണ് അതിനകത്ത്, കുറച്ച് ദൂരെ ഒരു ടെലിവിഷൻ ക്യാമറ എടുക്കും. കാര്യം പല ആംഗിളിൽ ക്യാമറ വെച്ചിരിക്കുക. അപ്പോൾ അതിന് ആരോ ഉടനെ ക്രിട്ടിസൈസ് ചെയ്തു, നിങ്ങളിപ്പോൾ ഈ ടെലിവിഷൻ നിങ്ങളൊരു വാർത്ത അവതരിപ്പിക്കുക ക്യാമറമാനൊക്കെ കാണിക്കുന്ന എന്തിനാണ്? അത് ഞാൻ പറഞ്ഞു വന്നത്, പിൽക്കാലത്ത് നമ്മൾ എന്തെല്ലാം കണ്ടു. പലരും അവകാശപ്പെടുന്ന അവരാണ് ആദ്യമായിട്ട് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അവകാശപ്പെടുന്നത് കേൾക്കുമ്പോൾ എനിക്കൊരു ചെറിയ ചിരി വരും. കാര്യം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിൽക്കാലം മലയാളം ടെലിവിഷനിൽ പരീക്ഷിക്കപ്പെട്ടതും ഇന്ന് നടപ്പിൽ ആയിക്കൊണ്ടിരിക്കുന്നതുമാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ തുടങ്ങിയെന്നോ അല്ലെങ്കിൽ ഞാൻ തുടങ്ങിയെന്നോ ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ ഞങ്ങളൊക്കെ അത് പരീക്ഷിക്കാൻ ശ്രമിച്ചിട്ട് കുറച്ച് പരാജയപ്പെടുകയും കുറേ അധികം വിജയിക്കുകയും ചെയ്തു. ഞങ്ങൾ അന്നത്തെ ടെലിവിഷൻ വാർത്ത ഇലക്ഷൻ സമയത്തൊക്കെ ഞങ്ങൾ ലൈവ് റിപ്പോർട്ടിങ്ങും ലൊക്കേഷൻ റിപ്പോർട്ടിങ്ങും ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് അടുത്ത് ഞാൻ ചോദിക്കാൻ വന്നത്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. താങ്കൾ ഒരുപാട് തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ന്യൂസ് പ്രൊഡ്യൂസറായിട്ട് ഇരുന്നിട്ടുള്ള ആളാണ്. ആ സമയത്ത് ഒരു ന്യൂസ് റൂമിൻ്റെ ഒരു സ്ഥിതി എന്തായിരുന്നു സർ? അല്ല, അതും ഇതും തമ്മിലും വ്യത്യാസമുണ്ട് കേട്ടോ. അന്നത്തേയിൽ നിന്നും ചിലപ്പോൾ വ്യത്യാസം കാണും. ഞാനിപ്പോൾ ന്യൂസ് റൂമിലൊക്കെ പോയിട്ട് ഒരുപാട് കാലമായി. ഏതെങ്കിലും ന്യൂസ് റൂമിൽ എനിക്ക് വേറെ ചില വാർത്താ ചാനലുകളുടെ പരിശീലനമായിട്ട് ഞാൻ അവരുടെ തുടക്കകാലത്ത് ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് മുതൽക്ക് തന്നെ ഞാൻ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ, അതായത് പുതിയ രീതി, അവരുടെ ചിന്ത എന്താണ്, അവരുടെ ഒരു വാർത്തയെക്കുറിച്ചുള്ള കോൺസെപ്റ്റ്, അതൊക്കെ മനസ്സിലാക്കാൻ ഞാൻ അവരിൽ നിന്നും പാഠങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു തെരഞ്ഞെടുപ്പ് വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് അവതരിപ്പിക്കുന്ന രീതി, അത് വള്ളംകളി മത്സരത്തിൻ്റെ ലൈവ് റിപ്പോർട്ടിംഗ് ആണോ അല്ലേ? എന്താണ് കാണിക്കുന്നതെന്ന് നമുക്കെല്ലാം അത്ഭുതം തോന്നും. അത് കുറേ കഴിയുമ്പോൾ നമ്മളതിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്തിട്ട് പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എന്നോടൊരു ചാനലിൻ്റെ, വളരെ പ്രധാനപ്പെട്ട ഒരു ചാനലിൻ്റെ ഒരു റിപ്പോർട്ടർ, എൻ്റെ വളരെ വേണ്ടപ്പെട്ട, നിങ്ങളെയൊക്കെ പോലെ തന്നെ ഞാൻ പഠിപ്പിച്ചു എന്നൊക്കെ പറയാവുന്ന ഒരാൾ അതിനെ വിളിച്ചു ചോദിച്ചു, സാർ ഞങ്ങളിപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ മിതമായ രീതിയിൽ ഇതൊക്കെ ചെയ്യുന്നു, മറ്റേ ചാനൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഞങ്ങളും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സാറിൻ്റെ അഭിപ്രായം എന്താ? ഇതൊരു വളരെ പേഴ്സണലായിട്ട് ചോദിച്ചാണ്. ഞാൻ വിദഗ്ധനായുണ്ടോ, എൻ്റെ അഭിപ്രായം മുഖവിലക്കെടുത്ത് ഉടനെ അവരത് മാറ്റം, അങ്ങനെയൊന്നുമല്ല, ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എവിടെയാണോ ഇപ്പം നിൽക്കുന്നത് അതുപോലെ തന്നെ നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാര്യം ആ മിതത്വമാണ് നിങ്ങളുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. മറ്റവർ അതിനെ ബ്രേക്ക് ചെയ്ത് പുതിയൊരു ടി ആർ പി ആണല്ലോ ഏറ്റവും വലുത്. ഇപ്പം TRP തന്നെ ഇപ്പം അവരൊക്കെ തന്നെ ഏറ്റു പറയുന്നു, TRPയുടെ ഒന്നും ശരിയല്ല, ഇതൊക്കെ കൃത്രിമമുണ്ടെന്നൊക്കെ പറയുന്നു. ഞങ്ങളൊക്കെ എത്രയോ കാലം മുമ്പേ പറഞ്ഞാണ്. അപ്പോൾ അതിനെ കൊണ്ടുവരെ ഓരോ ആഴ്ചയിലും ആരാണ് മുമ്പിൽ എന്നുള്ള റേസിൽ ഒന്നാമതെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിനിടയിൽ എന്ത് കാണിക്കുന്ന രീതിയിലോട്ട്. അപ്പോൾ ഞാൻ ഈ പരീക്ഷണങ്ങൾ കൊണ്ടുവരുന്നവരെയും കുറ്റം പറയുന്നില്ല. കാര്യം എന്തറിയോ, അവർക്ക് മറ്റവർ കാണിക്കുന്ന അതേ രീതിയാണ് പിന്തുടരുന്നതെങ്കിൽ അവർ വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ്? അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? ആ വ്യത്യസ്തമാകാൻ വേണ്ടി അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, അവരെന്തൊക്കെ ചെയ്യാം. ഒരു ഫ്ലോറിനകത്ത് നിന്നുണ്ട് നമ്മൾ പിന്നെ കുതിരപ്പുറത്ത് പോകുന്ന കാണാം, അല്ലെങ്കിൽ ട്രെയിനിൽ കൂടെയും കാറിൽ കൂടെയും പിന്നെ സ്റ്റേജിൽ വിമാനവും ഒക്കെ ഇങ്ങനെ വരുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ആളുകൾ അത് കാണാൻ വേണ്ടി ഇങ്ങനെ തടിച്ചു കൂടുന്നുണ്ട്. സ്റ്റേജിൽ വിമാനം വരുന്നതും കാർ വരുന്നതും ഒക്കെ അതുമാതിരി ഫ്ലോറിലൂടെ എന്തെല്ലാം വരുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് അല്ലേ? അപ്പോൾ യഥാർത്ഥ വാർത്ത വളരെ മിതത്വം പാലിച്ചുകൊണ്ട് വളരെ ഔചിത്യത്തോടുകൂടി അവതരിപ്പിക്കപ്പെടേണ്ട യഥാർത്ഥ വാർത്ത എവിടെയോ ചോർന്നു പോകുന്നില്ലേ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടാവുന്നുണ്ട്. അത് അവരുടെ കഴിവും അവരുടെ മിടുക്കുമാണ്. അതിനെ നമുക്ക് ചോദ്യം ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. അവരങ്ങനെ, അതുകൊണ്ട് അവർക്ക് TRP ഉണ്ടാവുന്നുണ്ട്, അവർക്ക് കൂടുതൽ ആരാധകരുണ്ടാവുന്നുണ്ട്. അവർക്ക് ഒരു ചാനലിനെ അനുകരിച്ച് മറ്റുള്ള ആളുകൾ ഉടനെ തന്നെ അപ്പുറത്തുനിന്ന് വാടകയ്ക്കെടുത്ത്
ഫുട്ബോളിന്റെ കമന്റേറ്റർ ഉണ്ടല്ലോ, അദ്ദേഹത്തെ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് ദിവസം നിർത്തി സ്റ്റുഡിയോയിൽ ഈ കിടന്ന് അലറി വിളിക്കാൻ വേണ്ടി. അപ്പം അതൊരു കാലം ഇങ്ങനെയാണ് എന്ന് മാത്രമേ, അതിനെ മാറി എന്ന് കണ്ട് കൗതുകം കൊള്ളാൻ മാത്രമേ എന്നെ പോലുള്ള ഒരാൾക്ക് കഴിയൂ എന്നുള്ളതാണ്. നമുക്കൊരു പാട്ട് കേൾക്കാം സർ. ഓക്കെ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഹിന്ദി പാട്ടിലേക്ക് പോകാം. അത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗായകന്മാരിൽ ഒരാളായ കിഷോർ കുമാറിൻ്റെ കുതിരത്ത് എന്നുള്ള ചിത്രത്തിൽ അദ്ദേഹം ആർ ഡി ബർമൻ്റെ സംഗീതത്തിൽ മജ്റൂർ സുൽത്താൻപുരി എഴുതിയ മനോഹരമായ ഗാനം, അത് രാജേഷ് ഖന്നയാണ്. അത് ഞങ്ങളുടെ കാലഘട്ടത്തെ പ്രിയപ്പെട്ട നായകൻ ഹമേ തുംസെ പ്യാർ കിത്തിന എന്നുള്ള പാട്ട്. നമുക്ക് പാട്ട് കേൾക്കാം സർ. സാറ് പുസ്തകങ്ങൾ ആണ് ഒരു പ്രധാന മേഖല എന്ന് പറയുന്നത്. അതിൽ താങ്കൾ എഴുതാൻ എടുത്തിരിക്കുന്നത് പുസ്തകങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം താങ്കൾ പ്രധാനപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് അടയാളപ്പെടുത്തേണ്ടതുണ്ട്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ജീവിച്ചിരുന്നു എന്ന് അടയാളപ്പെടുത്തേണ്ടതുണ്ട് എന്നൊരു ചരിത്രകാരൻ്റെ മനസ്സുകൂടി താങ്കളുടെ പുസ്തകങ്ങളിലും താങ്കൾ സൂക്ഷിക്കുന്നുണ്ട്. എപ്പം മുതലാണ് അങ്ങനെ ഒരു അടയാളപ്പെടുത്തലുകൾ വേണ്ടതുണ്ട് എന്നൊരു ചിന്ത വരുന്നത് സർ? നേരത്തെ പറഞ്ഞ കാര്യമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. കാര്യം വെച്ചാൽ നമ്മൾ ഈ പഴയ കാര്യങ്ങളെ വേണ്ട വിധത്തിൽ അല്ലെങ്കിൽ അതിനെ അവഗണിക്കുക, നേരമണം അത് കാണാതിരിക്കുക, അത്തരം കാര്യങ്ങൾ ഓർമ്മിക്കാതിരിക്കുക എന്നൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ചരിത്രം പറഞ്ഞു കൊടുക്കേണ്ടതാണല്ലോ. ഓർമ്മകൾ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ കക്കാടിൻ്റെ വരികളിലെ, പിന്നെ ടി വി ചന്ദ്രേട്ടൻ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ടൈറ്റിലായിട്ടിട്ടതും ആ പ്രശസ്തമായ വരിയാണ്, ഓർമ്മകൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആതിര വരുന്നത് എങ്ങനെ അറിയുന്നു എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒക്കെയും വഴിയോര കാഴ്ചകളായി മറഞ്ഞു പോകാം. അപ്പോൾ ഈ വഴിയോര കാഴ്ചകളായി മറഞ്ഞു പോകുന്ന കാര്യങ്ങളെ നമ്മൾ വീണ്ടും വിളിച്ച് നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു വിചാരമാണ് എനിക്കുള്ളത്. ചരിത്രത്തോടുള്ള എനിക്ക് വലിയൊരു ഇഷ്ടമാണ് പണ്ട് മുതലേ. ഞാൻ നിയതമായ അർത്ഥത്തിൽ, കൃത്യമായ അർത്ഥത്തിൽ ഒരു ചരിത്രകാരനെ അല്ല, ചരിത്രകാരൻ ഇങ്ങനെയൊന്നുമല്ല ചരിത്രം എഴുതുന്നത്. അതിന് ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അങ്ങനൊന്നുമല്ല. പക്ഷേ ഞാൻ എൻ്റെ പരിമിതമായ അറിവിലും ബോധ്യത്തിലും വരുന്ന കാര്യങ്ങളെ ചരിത്രത്തിൻ്റെ ഒന്ന് റീകാൾ ചെയ്യുന്ന രീതിയിൽ അതിനെ ഒന്ന് മടക്കി വിളിച്ച് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ നടത്തുന്ന ഒരു ശ്രമമായിട്ട് വേണം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരുപാട് വർഷം ഞാൻ ദൃശ്യമാധ്യമത്തിലാണ് പ്രവർത്തിച്ചത്. ദൃശ്യമാധ്യമത്തിൽ പ്രവർത്തിക്കുമ്പോഴും എൻ്റെ എഴുത്ത് കൂടുതലും എൻ്റെ സ്ക്രിപ്റ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. ഞാനൊരു എഴുത്തുകാരനല്ല. അപ്പോൾ എഴുതാനുള്ള ഒരു ജേർണലിസത്തിൻ്റെ ആണ്, എനിക്ക് വേണമെങ്കിൽ ഞാൻ ജേർണലിസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ആ ജേർണലിസ്റ്റിക് റൈറ്റിംഗ് ആണ് എൻ്റേത്, അല്ലാതെ പണ്ഡിതോചിതമായ വളരെ സാഹിത്യപരമായ റൈറ്റിംഗ് ഒന്നുമല്ല. അപ്പോൾ ആ എഴുത്തിലൂടെ പറയുന്ന കാര്യങ്ങൾ ചരിത്രത്തിൻ്റെ ആണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ വർത്തമാനകാലത്തെക്കാളും എനിക്ക് കുറച്ചുകൂടെ പറയാൻ ഇഷ്ടമുള്ള ഒരു എഴുത്ത് എന്ന് പറയുന്നത് അതാണ് എന്ന് തോന്നുന്നു. അതിനും സാർ പറഞ്ഞ പോലെ തന്നെ ഒരു ജേർണലിസ്റ്റിക് മനസ്സിലുള്ളപ്പോഴും താങ്കൾ പറയുന്നത് ഒരു കഥ പറച്ചിലിൻ്റെ രീതിയിലാണ്, ഒരു കഥ പറയുന്നത് പോലെയാണ് ഇവരുടെ ജീവിതങ്ങളെല്ലാം നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. അതും മനഃപൂർവ്വമാണ്. അത് തീർച്ചയായിട്ടും. അതാ ഞാൻ പറഞ്ഞ ചരിത്രകാരൻ നമ്മൾ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനം അലങ്കരിക്കുന്ന ആളുകൾ അവരതിനെ വേറെ പല സിദ്ധാന്തങ്ങളുടെയും ഒക്കെ പിൻബലത്തോടുകൂടി അവതരിപ്പിക്കപ്പെടുന്നതിനെയാണ് നമ്മൾ ആ രീതിയിലുള്ള ചരിത്രരേഖകൾ എന്ന് പറയുന്നത്. ഞാൻ അതിനെ ഒരു കുറച്ചുകൂടെ വായനക്കാർക്ക് എനിക്ക് പറയാൻ എളുപ്പവും വായനക്കാർക്ക് വായിക്കാനും എളുപ്പമുള്ള രീതിയിൽ ഒരു ഭാഷയിൽ എഴുതുന്നേ ഉള്ളൂ. അപ്പോൾ അതിനെ കഥയാക്കുക, ഓരോന്നോരോ കഥയാണ്. ഇതിനകത്ത് വരുന്ന എല്ലാം മനുഷ്യരാണ്. അപ്പോൾ മനുഷ്യന് തീർച്ചയായിട്ടും കഥകളുണ്ട്. ആ കഥകളാണ് ആളുകൾക്ക് വായിക്കാൻ ഇഷ്ടം. അപ്പോൾ കഥയായിട്ട് പറയുമ്പോൾ അത് കുറച്ചുകൂടെ ആളുകളുടെ മുമ്പാകെ എത്തുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഒരു കഥയുടെ രൂപത്തിൽ വരുന്നു. ഞാൻ കഥാകൃത്തൊന്നുമല്ല, പക്ഷേ കഥയുടെ രൂപത്തിൽ എഴുതാൻ എനിക്കിഷ്ടമാണ്. കഥയുടെ രൂപത്തിൽ വായിക്കാനും ഇപ്പം ഉദാഹരണം ഒരു കഥ പറയാം. ചരിത്രമായിട്ട് ഈ അടുത്ത കാലത്ത് ഞാൻ എഴുതിയത് ആകാശവാണിയുടെ പഴയ കാലം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാലമാണ്. പ്രത്യേകിച്ച് കെ പത്മനാഭൻ നായർ, പി ഗംഗാധരൻ നായർ. ഇവിടെ ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരം ആകാശവാണി വരും വന്നുണ്ടായിരുന്നു. പ്രഗത്ഭമതികളായ മനുഷ്യർ ഉണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു. അവരുടെയൊക്കെ പേര് പറയാൻ തീരില്ല. അവരുള്ള ആകാശവാണിയിലേക്ക് നാടകസംഘം ആദ്യമായിട്ട് വരുന്ന ഒരു കഥയുണ്ട്. അതിങ്ങനെ ഒന്നോ രണ്ടോ വരികളിൽ അവിടെ ഇവിടെ ആളുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഞാനൊന്ന് ചകഞ്ഞെടുത്തിട്ട് അതിനെ ഞാനൊരു ഇതായിട്ട് അവതരിപ്പിച്ചു. ഒരു ലൈവായിരുന്നു അന്ന്. ആ ലൈവായിട്ട് ഈ നാടകം അന്ന് ആദ്യം ടി എൻ ഗോപിനാഥൻ നായരുടെ മാലയുടെ മാല എന്നുള്ളൊരു നാടകമായിരുന്നു. പിന്നെ വീരരാഘവൻ നായരുടെ നാടകമായിരുന്നു. ഇത് രണ്ടും അവർ അവതരിപ്പിച്ചു. അത് സുലോചനയും സുധർമ്മയും കെ എസ് ജോർജും മാധവനും കാമ്പശ്ശേരിയും ഒക്കെ അടങ്ങുന്ന അഗ്രസംഘം എന്ന് അവതരിപ്പിച്ച ഒരു കഥ എഴുതി. അതൊരു ചരിത്രമാണ്. അത് കുറച്ച് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുമാതിരിയുള്ള കഥകളാണ് പെട്ടെന്ന് ഓർമ്മ വന്ന ആകാശവാണിയുടെ ഒരു കഥയാണ്. അപ്പോൾ അതിലൂടെ ആകാശവാണിയുടെ ചരിത്രം കൂടെ എനിക്ക് പറയാൻ പറ്റി. അതെനിക്ക് വലിയ സന്തോഷമായി. ആകാശവാണിയുടെ ചരിത്രം കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് വെക്കാൻ പറ്റി. നമുക്ക് അടുത്തൊരു പാട്ട് കൂടി കേട്ടത്. അടുത്ത ഒരു പാട്ട് എൻ്റെ യൗവന കാലഘട്ടത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അഭിനേത്രി ശോഭയും വേണുനാഗവള്ളിയും അഭിനയിച്ച ഒരു സിനിമയുണ്ട്, ഉൾക്കടൽ. അതിനകത്തെ നഷ്ടവസന്തത്തിൻ തപ്ത നിശ്വാസമേ എന്നുള്ള പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. റിട്ടയർമെന്റ് കഴിഞ്ഞ് പൊതുവെ വിശ്രമ ജീവിതം എന്നാണ് പറയാറുണ്ടെങ്കിലും താങ്കൾ അത്ര വിശ്രമത്തിലല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഇപ്പോൾ പ്രധാന പ്രവർത്തനങ്ങൾ? എഴുത്താണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം. എഴുത്തെന്ന് പറയുന്നത് നമ്മൾ എഴുത്തുകാരനല്ലാത്തതുകൊണ്ട് നമുക്ക് ആയാസകരമായ പ്രവൃത്തിയാണല്ലോ അത്. ബോൺ റൈറ്റർക്ക് അങ്ങോട്ടിരുന്നാൽ വാക്കുകൾ ഇങ്ങനെ പ്രവഹിക്കും കടലാസിലേക്ക്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ഒരു എഴുത്തുകാരനല്ല. അതുകൊണ്ട് തന്നെ ഞാൻ തിരഞ്ഞെടുക്കുന്ന വിഷയവും കുറച്ച് എന്താ പറയുക, ഗവേഷണം എന്ന് പറഞ്ഞുകൂടാ, എന്നാൽ പോലും കുറച്ച് അന്വേഷണങ്ങൾ ആവശ്യമുള്ളതാണ്. അപ്പോൾ അത്തരം ചില പുസ്തകങ്ങളുണ്ട്. അതിനകത്തൊന്ന് കേരള സംഗീത അക്കാദമിയുടെ ഒരു ചരിത്രത്തിൻ്റെ അവർ നിയോഗിച്ചിരിക്കുന്ന എൻ്റെ ഒരു ചരിത്രരചന, അതൊരു പ്രധാനപ്പെട്ട വർക്കാണ്. അതുപോലെ തന്നെ ചില പുസ്തകങ്ങൾ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് വേറെയും ചില എം എൻ ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന ഒരു ചരിത്ര പുരുഷനാണ് അദ്ദേഹം.
അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം. ഇങ്ങനെ കുറച്ച് പിന്നെയും ചിലരൊക്കെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് അത് ചെയ്യാമോ ഇത് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കങ്ങനെ വലിയ ഡിമാൻഡുള്ള ആളൊന്നുമല്ല ഞാൻ. അതുകൊണ്ട് ഞാൻ നമ്മുടെ സമയം അതിനനുസരിച്ച് വളരെ തിരക്കെന്ന് പറഞ്ഞുകൊണ്ടെങ്കിലും ചെറിയ തിരക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. പിന്നെ ചില ചെറിയ വർക്കൊക്കെ വിഷ്വൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രഗത്ഭരായ എഴുത്തുകാരുടെ കയ്യെഴുത്ത് പ്രതി നേരിട്ട് വായിച്ചിട്ടുള്ള ആളാണ്. അത്തരത്തിലുള്ള ബാല്യകാലം, യുവവാണിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആകാശവാണി കാലം, അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരുപക്ഷെ നമ്മൾ ഈ ടെലിവിഷനിലേക്ക് എത്തേണ്ടിയിരുന്നത്. ആ വക ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്. അതെല്ലാമായിട്ട് അടുത്തൊരു അധ്യായത്തിൽ സാർ വരണം എന്നൊരു അഭ്യർത്ഥനയോടുകൂടി നമുക്ക് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. വളരെ സന്തോഷം. ആകാശവാണി എനിക്ക് പ്രിയപ്പെട്ട ഒരു സ്ഥാപനം. ഇവിടെ എന്താണ് യുവാണി അവതരിപ്പിക്കാനൊക്കെ വേണുനാഗവള്ളി ചേട്ടനാണ് എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത്, ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പത്മനാഭൻ ചേട്ടൻ ഉണ്ടായിരുന്നു. അന്ന് ഒരുപാട് പേരുണ്ടല്ലോ. അന്ന് നമ്മൾ അവരുടെ കൂടെയൊക്കെ ഇന്ന് ചില ചെറിയ പരിപാടികൾ ചെയ്താണ് എൻ്റെ തുടക്കം. അവിടെ നിന്നാണ് ഞാൻ ദൃശ്യമാധ്യമത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആകാശവാണി കാലഘട്ടത്തെക്കുറിച്ച് കൂടെ ഒന്നുകൂടെ എനിക്ക് ഓർക്കാനും സന്തോഷിക്കാനുള്ളൊരു അവസരം കൂടിയായിരുന്നു ഈ അഭിമുഖം. ശ്രോതാക്കളോടുള്ള എന്നെ ഇത്രയും നേരം കേട്ടിരുന്നവരോടുള്ള നന്ദിയും സന്തോഷവും അറിയിക്കാനും ഈ അവസരം വിനിയോഗിക്കുകയാണ്. വളരെ സന്തോഷം, നന്ദി. ദൃശ്യമാധ്യമ രംഗത്ത് സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ബൈജു ചന്ദ്രൻ അതിഥിയായി പങ്കെടുത്ത ഞാൻ എൻ്റെ പ്രിയഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയഗാനങ്ങൾ. നിർവഹണം മനീഷ് MP. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.